ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗ് ആണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഭോപ്പാലിലെ പീപ്പിൾസ് മാളിലേക്കാണ്. സോ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്ന് അവിടെ പോയി നോക്കാം. ഹായ്, അപ്പൊ നമ്മൾ പീപ്പിൾസ് മാൾ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോ അകത്തോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മയിലിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ഒരു വലിയ തോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മനുഷ്യന്മാരുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നീളമുണ്ട് കേട്ടോ ആ ഒരു തോണി. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ ആനിമൽസിൻ്റെ വിവിധ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഇങ്ങനെ ഒരുപാട് പോകാൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ പൂന്തോറും അവിടെ ഇങ്ങനെ റോക്കിൽ, അതായത് ഇങ്ങനെ പാറയിലൊക്കെ ഇങ്ങനെ പണിത് വെച്ച കുറേ രൂപങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ ഇങ്ങനെ മൗത്ത്, ആ വായയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പോയിട്ടിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് കയറി നോക്കിയാണ്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ അവിടെ മേലെ ഇങ്ങനെ റോപ്പ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ എന്നുള്ളതിൻ്റെ ഫോട്ടോവും ഫ്രെയിംസും ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പീപ്പിൾസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതും കിഡ്സ് സോൺ എന്ന് പറഞ്ഞതും ഗെയിംസ് സോൺ എന്ന് പറഞ്ഞിട്ടും ഒരുപാട് പ്ലേ ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സെൽഫി പോയിൻ്റ്, സെൽഫി കോർണേഴ്സൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളുടെ ഒരു മിനിയേച്ചർ വേർഷൻ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെ പോകണം എന്നൊക്കെ അവരവിടെ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നടക്കുകയാണ്. നമുക്ക് എവിടെ പോയാലും ഫോട്ടോ എടുക്കാൻ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അത് ഏത് കോർണറിൽ പോയാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരേ ഒരു കോർണർ മാത്രമേ ഉള്ളൂ. അവനെ വിഷമിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇഷ്ടംപോലെ കോർണർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയത് കാരണം വീൽ ചെയറൊക്കെ ഉണ്ട് കേട്ടോ. കാലിന് വയ്യാത്തവർക്ക് വീൽ ചെയറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിം കളിക്കാനുള്ള ഷോപ്സുകളുണ്ട്, ഫുഡ് കോർട്ട്സ് ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഷോപ്സുകളും അതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ, ധാരാളം ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരാളിരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ചാർലിൻ ചാപ്ലിൻ്റെ വേഷം എന്തോ ഇട്ടിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നന്നായിട്ട് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ. പിന്നെ ഞങ്ങളവിടെ നടന്നു വരുമ്പോൾ കണ്ടതിൽ ഒരു ചുമരിൽ ഒന്നോ രണ്ടോ പേരുടെ അല്ല, ഒരുപാട് ആൾക്കാരുടെ ഫേസ് ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നു കേട്ടോ, മുഖങ്ങൾ. അത് എന്താ പറയുക, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫേസും ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പാണ് നമുക്ക് ഇത്രയും കാണാനുള്ളത്. സോ അപ്പോൾ ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് പോകുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് ഉള്ളിലേക്ക് പിന്നെ അവർ കടത്തി വിടുള്ളൂ. സോ ഒരാൾക്ക് 60 രൂപയാണ് ചാർജ് വന്നിട്ട്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ കാണിക്കേണ്ടത് ഏതാ കാണിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി. കാരണം നമ്മുടെ ലോക അത്ഭുതങ്ങളിലെ 7 എണ്ണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ ഉണ്ട്. സോ എവിടെ ക്യാമറ കാണിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നോക്കാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇതുപോലത്തെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടാതാ അവിടെയൊക്കെ ഉണ്ട്. കുറേ ഉണ്ട്. കുട്ടികൾക്ക് വന്നാൽ ഭയങ്കര ഇഷ്ടമാവും. കുറേ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് കേട്ടോ. അത് കാരണം അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബില്ല് പേ ചെയ്യണം. അതുപോലെ തന്നെ ഹോഴ്സ് സഫാരി, ക്യാമൽ സഫാരി അതൊക്കെ ഉണ്ട്. ഒരാൾക്ക് 50 രൂപ 100 രൂപ വെച്ചിട്ട് അവിടെ ബില്ല് നമ്മൾ പേ ചെയ്യണം. എന്നാലാണ് സഫാരി നടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലോക മഹാത്ഭുതത്തിലെ താജ്മഹാലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ താജ്മഹാലിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. താജ്മഹാലിൻ്റെ ഫ്രണ്ടിലെ ആ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്.
സോ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ശരിക്കും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല ഒരു മാച്ച് ഉണ്ടാവുമെന്ന്. ശരിക്കും ഒരു താജ്മഹലിൽ പോയ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഒരു താജ്മഹലിക്ക് വന്ന പോലെ തന്നെ ഉണ്ട്. അയ്യോ, അവിടെ പോയ ഒരു മെമ്മറി കോളേജിൽ നിന്ന് ടൂർ പോയതൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ ഞാൻ താജ്മഹലിക്ക് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട്, പിന്നെ ഒന്ന് കോളേജ് ടൂറിലായിട്ടും എല്ലാവരും കൂടി പോയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും കോളേജ് ടൂറിൽ എല്ലാവരും കൂടി വന്ന ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന് വന്നു. സോ എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ ശരിക്കും താജ്മഹലിക്ക് വന്ന അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയിൽ എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. അടിപൊളിയാണ്. താജ്മഹലിന്റെ ഫേക്ക്, അതായത് സ്റ്റാച്ചു കണ്ടിട്ട് ഞെട്ടിട്ടിരിക്കുമ്പോഴാണ് അടുത്ത ഞെട്ടല്. ഇത് നോക്ക്, താജ് ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. താജ് ഹോട്ടൽ. ഗായ്സ്, ഓരോ സ്പോട്ട് കാണുമ്പോഴും വണ്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ ഈഫിൽ ടവറിന് താഴെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ വീഡിയോയിൽ കാണാനേക്കാട്ടിൽ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു നൈറ്റ് ടൈം ആണെങ്കിൽ ഇതിൻ്റെ ഒരു എസ്തെറ്റിക് ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് റോമൻസ് ഗാർഡൻ ആണ്. ഈ കാണുന്നതാണ്. സോ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതിൻ്റെ പേര് ഒരു റോമൻസ് ഗാർഡൻ എന്നാണെങ്കിലും പക്ഷെ കണ്ടിട്ട് എനിക്കൊരു മൈസൂർ പാലസൊക്കെയാണ് ഓർമ്മ വന്നത്. ഒരു പാലസിൻ്റെയൊക്കെ ഒരു ലുക്കാണ് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേറെ ഡോറും കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇവിടെ വരെ നമുക്ക് വരാനേ പറ്റുള്ളൂ. ഇതിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴത്തെ ഒരുപാട് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഒരു ഗോൾഡൻ കളറിലായിരുന്നു ഇതിൻ്റെ തീമൊക്കെ. സോ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇവിടെയാണ് എനിക്ക് നടന്നിട്ട് അധികവും വയ്യാണ്ടായത്. സോ ഒരുപാട് വഴികളാണ്. ഈ മണ്ണിൻ്റെയൊക്കെ പോലത്തെ ആ സംഭവമില്ലേ, അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അങ്ങനെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അത് അത്ര വലിയ നല്ല വെള്ളമൊന്നുമല്ല, കുറച്ച് ചെളി വെള്ളമാണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഗ്രീനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു, ചിറ്റാറ്റൊക്കെ ചെയ്തിട്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്. ഒരു ഈവനിങ് ടൈമൊക്കെ എല്ലാവരും കൂടി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാൻ വരാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ പീപ്പിൾസ് മാൾ എന്ന് പറയുന്നത്. ഈ പീപ്പിൾസ് മാൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഒരു മാളാണെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചു, പക്ഷെ അതുപോലെ അല്ല. സോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്റ്റാച്ചുവും കാര്യങ്ങളും പ്രതിമയും അതൊക്കെയാണ്. സോ അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു സ്പോട്ടായിരുന്നു. 7 വണ്ടേഴ്സ് ഇൻ പീപ്പിൾസ് മാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എന്തായാലും കൊള്ളാം. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നടന്നു അടുത്താനോട്ടാ. ഹലോ ഗായ്സ്, നടന്നു പടുത്തു. അതിൻ്റെ ഉള്ളിൽ അത്രയ്ക്കും കാണാനുണ്ട്. സോ നടന്ന് വയ്യാണ്ടായി. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ വിചാരിച്ചു. നല്ല കാറ്റില്ലേ. ഹായ്, നല്ലൊരു കാറ്റുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്നിരിക്കുന്നത് റെഡ് ഫോർട്ട്. ഇത് പിന്നെ ഡൽഹിയിലെ റെഡ് ഫോർട്ട് ലാൽ കിലയുടെ സ്റ്റാച്ചു ആണ്. സോ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ ശരിക്കും നമ്മൾ അവിടേക്ക് പോയൊരു ഫീൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ അവിടെ ഫ്രണ്ട്സ്, മദർ, ഫാദർ, ഭോപ്പാൽ എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു മഴ പെയ്യാറായി നിൽക്കണ്ടായിരുന്നു. കുറച്ച് കാറ്റൊക്കെ ഉണ്ട്. എന്തോരം കാണാൻ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ എനിക്ക് ഈ താജ്മഹൽ കണ്ടിട്ട് മാത്രം അയ്യോ ഷോക്ക് മാറുന്നില്ല. ഒന്ന് നോക്കി നോക്ക്. അയ്യോ. ഹായ്, ഹലോ. മഴ പെയ്തു ഗൈസ്. താജ്മഹലിൽ അതാ മഴ പെയ്യുന്നു. അയ്യോ, ഇനിയും കാണാനുണ്ടായിരുന്നു. ഇവിടെ സാൻ ഫ്രാൻസിസ്കോ ഒക്കെ ഉണ്ട്. അയ്യോ, മഴ പെയ്തല്ലോ.
അപ്പൊ നമ്മള് സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒറിജിനല്ല, ഡ്യൂപ്പ്. ഈ പ്രതിമ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് പ്രതിമയാണെന്ന്. അതായത് അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അതായത് വലത് കയ്യിൽ തീപ്പന്തം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അതിൻ്റെ ഒറിജിനൽ വേഷൻ അമേരിക്കയിലുണ്ട്, ഇതിൻ്റെ വെറും ഡ്യൂപ്പാണ്. പിന്നെ അവിടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഉണ്ട്, അതും നന്നായിട്ടുണ്ടായിരുന്നു, അവിടെയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഇങ്ങനെ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു മഴ പെയ്ത് തോർന്ന കാരണം കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 ചൈന ടൗൺ, ഒരു വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, മഴ കാരണം അവർ അങ്ങോട്ട് കടത്തി വിട്ടില്ല, അത് തന്നെ അത് വീഡിയോ എടുത്തിട്ടില്ല. സോ എന്തായാലും നല്ലൊരു സ്പോട്ട്, നല്ലൊരു സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 60 രൂപ ടിക്കറ്റിന് യാതൊരു തര കുഴപ്പവും കാണാനില്ല അതിൽ. കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും ഫോട്ടോഷൂട്ടും ഒക്കെ നടത്താവുന്നതാണ്. എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു.